ഹായ് ഫ്രണ്ട്സ്, എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ജോലി അന്വേഷിച്ച് ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയിട്ട് വന്ന രണ്ട് വിദ്യാർത്ഥികൾ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സംശയത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, നവമാധ്യമങ്ങളിലൂടെയും മറ്റു പത്രപരസ്യങ്ങളിലൂടെയും പല കമ്പനികളും ജോലിക്ക് ആളെ ആവശ്യമുള്ളതായിട്ട് പല പരസ്യങ്ങളും നൽകാറുണ്ട്. ഇതുപോലെയുള്ള എഞ്ചിനീയറിംഗ് ആവട്ടെ, മറ്റേതെങ്കിലും വിദ്യാഭ്യാസ വിഭാഗങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവരാവട്ടെ, അവർ ഈ പരസ്യം വിശ്വസിച്ചിട്ട് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാറുണ്ട്. അവിടെ സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ ഒരു റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ വളരെ നല്ല വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു മുറിയായിരിക്കും. അവിടെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കുറച്ച് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഇരിക്കും. അവരാദ്യം നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സാധാരണഗതിയിൽ ഒരു കോളേജിൽ നിന്നുള്ള ഒരു വിദ്യാഭ്യാസം തേടി പുറത്തിറങ്ങിയ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്കോ വിദ്യാർത്ഥിനിക്കോ ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ അവർ നിങ്ങളോട് ചോദിക്കും. അതിനുശേഷം അവർ നിങ്ങളോട് പറയും, നിങ്ങളുടെ അറിവ് പരിമിതമാണ്, ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ അറിവുകളിൽ ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരാദ്യം പഠിച്ച കോളേജിനെ കുറിച്ച് കുറ്റം പറയും. അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ച് കുറ്റം പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറവുകൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്പനി ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, പ്രായോഗിക പരിജ്ഞാന കോഴ്സ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടെന്നും അതിന് 6 മാസമാണ് അതിന്റെ കാലാവധി എന്നും അതിന് ഇത്ര രൂപയാണ് ഫീസ്. സാധാരണ രീതിയിൽ 25,000 മുതൽ 35,000 രൂപ വരെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഈടാക്കാറ്. അപ്പോൾ ഇങ്ങനെ ഒരു കുറവ് നിങ്ങൾക്കുണ്ടെന്നും ആ 6 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് ശമ്പളത്തോടൊപ്പം ഇവിടെ ജോലി തരുമെന്നും, അല്ലെങ്കിൽ 6 മാസത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതായത് മറ്റു കമ്പനികളിലേക്ക് ജോലി നേടുന്നതിലേക്കായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകുമെന്നും എന്നുള്ള ഒരു ഉത്തരമാണ് ജോലി തേടി വരുന്ന ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനോട് അവർ പറയാറ്. ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, അവർക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റുകൾ കിട്ടിയിട്ടുണ്ടാവാം. അത് മുഴുവനായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശമ്പളം കൊടുക്കാതെയുള്ള ഉദ്യോഗാർത്ഥികളെ തേടുക എന്നത് ആദ്യത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിനും അതിനുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള മൂലധനം, സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ വരുന്ന സംശയം എന്ന് പറയുന്നത്, അവരവരുടെ പഠനത്തിന് ശേഷം ഒരു വരുമാന മാർഗം തേടി ഇറങ്ങുന്നവരെ ഇത്തരത്തിൽ വഞ്ചിക്കുന്ന രീതി നടത്തുന്നത് ശരിയാണ്. അത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒന്ന് കണ്ടു നോക്കൂ. ന്യായമായ രീതിയിൽ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് പത്രപരസ്യം നൽകിക്കൊണ്ട് നിങ്ങളെ ക്ഷണിക്കുന്നവരെ സംശയിക്കേണ്ട കാര്യമില്ല. ജോലിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ക്ഷണിച്ചതിന് ശേഷം കുറച്ചു നേരത്തെ ഇന്റർവ്യൂവിന് ശേഷം നിങ്ങളെ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങുകളിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നവരെ മാത്രമേ സംശയിക്കേണ്ട കാര്യമുള്ളൂ. താങ്ക് യു. കോമൺ മാൻ ഓഫ് ഇന്ത്യ. സീ യു അഗൈൻ.